നമസ്തേ. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ പാർട്ട് 3യിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പ്രോബ്ലംസ് കുറച്ച് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കേട്ടോ. ടെക്സ്റ്റിനകത്ത് എക്സർസൈസ് 1.1ൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ 5th പാർട്ടിൽ നിന്ന് BCD അത് 3 എണ്ണമാണ് ചെയ്ത് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ എ ടൗൺ അറ്റ് എ പർട്ടിക്കുലർ ടൈം ഗിവൺ ബൈ ബി പാർട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദർ ആർ ഇസ് ഈക്വൽ ടു ഗിവൺ ബൈ സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയേഴ്സ് XY സച്ച് ദാറ്റ് X ആൻഡ് Y ലീവ് ഇൻ ദി സെയിം ലൊക്കാലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു? സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആയിരുന്നു അല്ലെ. ഹ്യൂമൻ ബീയിങ്സ് ഇൻ എ ടൗൺ ആയിരുന്നു. ഹ്യൂമൻ ബീയിങ്സ് ഇൻ എ ടൗൺ. ഇനി ഇവിടെ നമ്മുടെ റിലേഷൻ R തന്നിരിക്കുന്നത് എങ്ങനെയാ? സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ XY സച്ച് ദാറ്റ് X and Y live in the same locality. Same locality. ഇതാണ് നമ്മുടെ റിലേഷൻ തന്നിരിക്കുന്നത്. ഇനി ഇത് നമ്മളോട് എന്താണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്? റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നായിരുന്നു അല്ലേ. അപ്പൊ ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഏത് പേര് ഇതിനകത്തുണ്ടോ എന്നായിരുന്നു ചെക്ക് ചെയ്യുന്നത്? X എന്നുള്ള പേര് വരണം അല്ലെ. X എന്നുള്ള പേര് വരണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണെങ്കിലും അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. X and X live in the same locality. അപ്പൊ നമുക്കത് അറിയാം അല്ലെ. X and X ഒരേ ആള് തന്നെയാണ് അല്ലെ. സോ X and X live in the same locality. Therefore ordered pair XX element of R for every X element A എന്ന് പറയാം അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? Since X and X live in the same locality, എന്ത് പറയാം? ലൊക്കാലിറ്റി എന്നാ പറയാം? ഓർഡേഡ് പെയർ X element of R for every X element in the set A. Therefore it is reflexive അല്ലേ. Therefore the relation becomes reflexive. ഇനി അടുത്ത എന്തായിരുന്നു ചെക്ക് ചെയ്യേണ്ടത്? സിമെട്രിക് ആണോ എന്നായിരുന്നു അല്ലെ. സിമെട്രിക് ആണ് നമ്മൾ എപ്പോഴും എങ്ങനെയായിരുന്നു തുടങ്ങുന്നത്? ഒരു ഓർഡേഡ് പെയർ വെച്ചിട്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ ഓർഡേഡ് പെയർ എന്തെടുക്കാം? XY എടുക്കാം. അപ്പൊ YX ഉം അതിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? സിമെട്രിക് ആണെന്ന് പറയായിരുന്നു അല്ലെ. സോ ലെറ്റ് ഓർഡേഡ് പെയർ XY element R. So this implies what? Ordered pair XY element R means X and Y live in the same locality. So we can write X and Y live in the same locality. ഇനി X and Y live in the same locality ആണെങ്കിൽ തിരിച്ചും പറയാം അല്ലെ. Xഉം Y ഒരിടത്താണ് താമസിക്കുന്നതെങ്കിൽ Yയും Xഉം ഒരിടത്താണ് താമസിക്കുന്നത് എന്ന് പറയാം അല്ലെ. So this implies Y and X live in the same locality. Y and X live in the same locality means what? This implies ordered pair YX element R. So ordered pair XY element of R implies ordered pair YX element of R. Therefore the relation R is symmetric എന്ന് പറയാം. Therefore the relation is symmetric എന്ന് പറയാം. ഇനി നമുക്ക് എന്തും കൂടെ ചെക്ക് ചെയ്യാനുണ്ട്? ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ ട്രാൻസിറ്റീവ് ആണോ
എടുക്കുമായിരുന്നു. അതിന്റെ പ്രത്യേകതയൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും, എല്ലാവരും പഠിച്ചു കാണും അല്ലേ? എന്തായിരുന്നു ഓർഡേഡ് പെയറിന്റെ പ്രത്യേകത? ആദ്യത്തെ പെയറിന്റെ രണ്ടാമത്തെ എലമെന്റ് വെച്ച് വേണം അടുത്തത് തുടങ്ങാൻ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? ലെറ്റ് ഓർഡേഡ് പെയർ XY ആൻഡ് ഓർഡേഡ് പെയർ YZ element R. And this implies what? Ordered pair XY element of R means X and Y live in the same locality. So we can write X and Y live in the same locality. Short form എഴുതുവാണ് കേട്ടോ. And അടുത്ത പേർ എടുത്താലോ? YZ element of R എന്ന് പറഞ്ഞാൽ എന്നാ എഴുതാം? Y and Z live in the same locality. Y and Z live in the same locality. അപ്പൊ ഇതൊന്ന് നോക്കിക്കേ. എക്സും വൈയും ഒരിടത്താണ് താമസിക്കുന്നത്, വൈയും ഇസഡും ഒരിടത്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ പറയാം? എക്സും ഇസഡും ഒരിടത്താണ്. എക്സും വൈയും സെയിം പ്ലേസിലാണ്, വൈയും ഇസഡും സെയിം പ്ലേസിലാണെങ്കിൽ we can say that X and Z live in the same locality. So this implies X and Z live in the same locality. And that implies what? Ordered pair X Z element of R. So ordered pair XY and YZ element of R implies ordered pair X Z element of R. Therefore we can say that the relation is transitive. അപ്പോൾ നമ്മുടെ റിലേഷൻ മൂന്നുമായിട്ടുണ്ട് അല്ലേ? റിഫ്ലെക്സീവായി, സിമെട്രിക്കുമായി, ട്രാൻസിറ്റീവായി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അതിന്റെ അടുത്ത പാർട്ട് നോക്കാം. അടുത്തത് നോക്കിക്കേ. അടുത്തത് നമ്മൾ അതിന്റെ സി പാർട്ടാണ് നോക്കുന്നത്. സി പാർട്ടിൽ നമ്മുടെ സെറ്റ് എ എന്ന് പറയുന്നത് സെയിം ആണ്, ഹ്യൂമൻ ബീങ്സ് ഇൻ എ ടൗൺ ആണ്. പക്ഷെ 6 ചേഞ്ച് ആയിട്ടുണ്ട്. 6 തന്നിരിക്കുന്ന എന്താ? സെറ്റ് ഓഫ് ഓർഡേഡ് പെയർ XY such that X is exactly 7 centimeter taller than Y. X is exactly 7 centimeter taller than Y എന്നാണ് നമുക്ക് റിലേഷൻ തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. റിഫ്ലെക്സീവ് ആണെങ്കിൽ ഏത് പെയർ വരണം? XX കിട്ടണം അല്ലെ? XX കിട്ടണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്നാവണം? X is exactly 7 centimeter taller than X എന്ന് തന്നെ വരണം അല്ലെ? ഒരാൾക്ക് അയാളെക്കാളും 7 സെന്റിമീറ്റർ പൊക്കമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും നടക്കത്തില്ല അല്ലെ? അപ്പൊ നമുക്ക് എന്നാ പറയാം? X cannot be exactly 7 centimeter taller than X itself എന്ന് പറയാം അല്ലെ? എക്സിനേക്കാളും 7 സെന്റിമീറ്റർ പൊക്കം കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഏത് പെയർ അവിടെ വരത്തില്ല? ഓർഡേഡ് പെയർ XX അവിടെ വരത്തില്ല അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? Since X cannot be exactly 7 centimeter taller than X itself, ordered pair XX not an element of R. Clear ആയോ? അപ്പൊ എന്നായില്ല ഈ റിലേഷൻ? So this is not reflexive. അപ്പൊ റിലേഷൻ എന്നാന്നാ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ് എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് സിമെട്രിക് ആണെന്നാണ് അല്ലെ? സിമെട്രിക് ആണെങ്കിൽ നമ്മൾ ആദ്യം XY എടുക്കും, എന്നിട്ട് എന്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, YX ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അടുത്തത് നമുക്ക് എടുക്കാം. ലെറ്റ് ഓർഡേഡ് പെയർ XY element of R.
എക്സ് വൈ ആറിലുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? എക്സ് ഈസ് എക്സാക്ട്ലി 7 സെന്റിമീറ്റർ ടോളർ ദാൻ വൈ എന്നാണ് അല്ലെ. ഒന്ന് എഴുതാം. എക്സ് ഈസ് എക്സാക്ട്ലി 7 സെന്റിമീറ്റർ ടോളർ ദാൻ വൈ എന്ന് എഴുതാം. അപ്പൊ തിരിച്ചു പറയാൻ പറ്റുമോ? എക്സിന് വൈയേക്കാളും 7 സെന്റിമീറ്റർ പൊക്കം കൂടുതലാണ്. അപ്പം വൈക്ക് എന്നാ പറ്റും? എക്സിനേക്കാൾ 7 സെന്റിമീറ്റർ കുറവാണെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? വൈ ഈസ് എക്സാക്ട്ലി 7 സെന്റിമീറ്റർ ടോളർ ദാൻ എക്സ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്നാ എഴുതാം? ദിസ് ബട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ബട്ട് y cannot be exactly 7 centimeter taller than x. X is exactly 7 centimeter taller than y ആണെങ്കിൽ y എന്താകത്തില്ല? y cannot be exactly 7 centimeter taller than x. അപ്പൊ അവിടെ ഏത് പെയർ ഉണ്ടാവത്തില്ല? Therefore, ordered pair yx is not an element of R. അപ്പം എക്സ് വൈ ഉണ്ട്, പക്ഷെ എന്ത് വന്നില്ല? yx വന്നില്ല അല്ലെ. അപ്പൊ ഇത് സിമെട്രിക് ആകുമോ? ഇല്ല അല്ലെ. എന്ത് പറയാം? So the relation is not symmetric എന്ന് പറയാം. ഇത് രണ്ടും ക്ലിയർ ആയല്ലോ അല്ലെ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യാറുണ്ട്. എന്തായിരുന്നു അത്? ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് 2 പെയർ എടുക്കണം. ഏതൊക്കെയായിരിക്കും നമ്മുടെ പെയേഴ്സ്? എക്സ് വൈയും എടുക്കാം, വൈ ഇസഡും എടുക്കാം അല്ലെ. സോ ലെറ്റ് ordered pair xy and ordered pair yz element R, and that implies what? xy നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ കണ്ടീഷൻ എന്നതാ? x is exactly 7 centimeter taller than y എന്ന് എഴുതാം അല്ലെ. x is exactly 7 centimeter taller than y എന്ന് എഴുതാം. and y is ആറിനകത്തുണ്ടെങ്കിൽ എന്തായിരിക്കും എഴുതാൻ പറ്റുന്നേ? y is exactly 7 centimeter taller than z എന്ന് എഴുതാം അല്ലെ. so y is exactly 7 centimeter taller than z എന്ന് എഴുതാം. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ x exactly 7 centimeter taller than y എന്ന് പറഞ്ഞാൽ എക്സിന് വൈയേക്കാളും കറക്റ്റ് 7 സെന്റിമീറ്റർ പൊക്കം കൂടുതലാണ്. വൈക്ക് ഇസഡിനേക്കാളും കറക്റ്റ് 7 സെന്റിമീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എക്സും ഇസഡും തമ്മിൽ എന്തായിരിക്കും കണക്ഷൻ? എക്സിന് വൈയേക്കാളും 7 സെന്റിമീറ്റർ കൂടുതൽ, വൈക്ക് ഇസഡിനേക്കാളും 7 സെന്റിമീറ്റർ കൂടുതൽ. അപ്പൊ എക്സും ഇസഡും തമ്മിൽ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുന്നേ? നമുക്ക് ഇങ്ങനെ പറയാം അല്ലെ. സോ ദിസ് ഇംപ്ലൈസ് എക്സ് ഈസ് എക്സാക്ട്ലി 14 സെന്റിമീറ്റർ ടോളർ ദാൻ ഇസഡ് ആവും. ശരിയല്ലേ? എക്സ് ഈസ് എക്സാക്ട്ലി 14 സെന്റിമീറ്റർ ടോളർ ദാൻ ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ ശരിയാവോ? ദാറ്റ് ഈസ് എക്സ് cannot be exactly 7 centimeter taller than z. അപ്പോൾ 14 സെന്റിമീറ്റർ ആണ് കൂടുതൽ. അപ്പൊ x cannot be exactly 7 centimeter taller than z. അതുകൊണ്ട് എന്നാ പറയാം? therefore ordered pair xz is not an element of R. അപ്പൊ എക്സ് വൈ ഉണ്ട്, വൈ ഇസഡ് ഉണ്ട്, പക്ഷെ എന്തില്ല? എക്സ് ഇസഡ് ഇല്ല. അപ്പൊ റിലേഷൻ എന്തായിട്ട് മാറും? ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ് ആവും. ക്ലിയർ ആയോ? ഓക്കെ.
അടുത്ത പാർട്ടും കൂടെ നമുക്കൊന്ന് നോക്കാം. അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡി പാർട്ടാണ്. അവിടെ റിലേഷൻ വീണ്ടും ഒന്ന് മാറ്റി തന്നിരിക്കുകയാണ്. റിലേഷൻ തന്നിരിക്കുന്നത് സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് എ വൈഫ് ഓഫ് വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഈസ് എ വൈഫ് ഓഫ് വൈ. എക്സ് ഈസ് എ വൈഫ് ഓഫ് വൈ. ഇങ്ങനെയാണ് നമ്മുടെ റിലേഷൻ തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്നതാ, എക്സ് എക്സ് വരുമോ എന്നാണ് അല്ലേ. എക്സ് എക്സ് വരണമെങ്കിൽ എന്നാ കണ്ടീഷൻ? എക്സ് ഈസ് എ വൈഫ് ഓഫ് എക്സ് എന്ന് തന്നെ വരണം അല്ലേ. ഒരാൾക്ക് അയാളെ തന്നെ വൈഫ് ആകാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പൊ നമുക്ക് എന്നാ പറയാം? സിൻസ് എക്സ് cannot be the wife of x itself or x is not the wife of x itself, ordered pair xx is not an element of R എന്ന് പറയാം അല്ലേ. So since x is not the wife of x itself, നമുക്ക് എന്നാ പറയാം? ordered pair xx is not an element of R. അതുകൊണ്ട് അത് എന്നാവും? നോട്ട് റിഫ്ലെക്സീവ് ആയി അല്ലേ. സോ ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ് ആയി. ഇനി നമുക്ക് എന്നാ നോക്കണ്ടേ? സിമെട്രിക് ആണോ എന്ന് നോക്കണം അല്ലേ. സിമെട്രിക് ആണോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഓർഡേർഡ് പെയർ എക്സ് വൈ എടുക്കണം അല്ലേ. സോ ലെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ എലമെന്റ് ഓഫ് ആർ. എക്സ് വൈ എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ എന്താകും? എക്സ് ഈസ് വൈഫ് ഓഫ് വൈ എന്നാവും അല്ലെ. എക്സ് ഈസ് വൈഫ് ഓഫ് വൈ എന്നാവും. എക്സ് ഈസ് ദി വൈഫ് ഓഫ് വൈ എന്നാവും അല്ലെ. അപ്പൊ തിരിച്ചു പറയാൻ പറ്റുമോ? എക്സ് ഈസ് ദി വൈഫ് ഓഫ് വൈ ആണെങ്കിൽ വൈ ആരാ? ഹസ്ബൻഡ് ഓഫ് എക്സ് ആവുള്ളൂ അല്ലെ. അല്ലാതെ തിരിച്ച് നമുക്ക് പറയാൻ പറ്റുമോ വൈ ഈസ് ദി വൈഫ് ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. സോ നമുക്ക് എന്നാ പറയാം? ബട്ട് വൈ ഈസ് നോട്ട് ദി വൈഫ് ഓഫ് എക്സ് ആണ്. വൈ ഹസ്ബൻഡ് ഓഫ് എക്സ് ആകാൻ പറ്റുള്ളൂ. സോ വൈ ഈസ് നോട്ട് ദി വൈഫ് ഓഫ് എക്സ് ആണ്. അതുകൊണ്ട് എന്നാ പറയാം? therefore ordered pair yx is not an element of R. അപ്പൊ എക്സ് വൈ ആറിനകത്തുണ്ട്, വൈ എക്സ് ആറിനകത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്നാ പറയാം? the relation is not symmetric എന്ന് പറയാം. അപ്പൊ നമ്മുടെ റിലേഷൻ എക്സ് ഈസ് ദി വൈഫ് ഓഫ് വൈ എന്നായിരുന്നു. അത് റിഫ്ലെക്സീവും അല്ല സിമെട്രിക്കും അല്ല എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്. എന്താ? ട്രാൻസിറ്റീവ് ആണോ എന്നല്ലേ. ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് എത്ര പേര് വേണം? 2 പേരെടുക്കണം അല്ലെ. എങ്ങനെയുള്ള പേഴ്സാ വേണ്ടേ? എക്സ് വൈ എന്നുള്ള പേരും വൈ ഇസഡ് എന്നുള്ള ഒരു പേരും വേണം ആറിനകത്തുനിന്ന് അല്ലെ. ഇങ്ങനെ ഒരു പേര് നമുക്ക് ആറിനകത്തുനിന്ന് എടുക്കാൻ പറ്റുമോ? എക്സ് വൈ ആറിലുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? എക്സ് ഈസ് ദി വൈഫ് ഓഫ് വൈ എന്നാണ്. എക്സ് ഈസ് ദി, ഇതിന്റെ മീനിങ് എന്നതാ? എക്സ് ഈസ് ദി വൈഫ് ഓഫ് വൈ എന്നാണ്. ഇങ്ങനെ ഒരു പേര് ആറിനകത്ത് വരണമെങ്കിൽ അവിടെ എന്തായിരിക്കണം കണ്ടീഷൻ? വൈ ഈസ് ദി വൈഫ് ഓഫ് ഇസഡ് എന്ന് പറയണം അല്ലെ. വൈ ഈസ് ദി വൈഫ് ഓഫ് ഇസഡ്. ഇങ്ങനെ ശരിയാവോ? എക്സ് വൈയുടെ വൈഫാ എന്ന് പറഞ്ഞാൽ വൈ ആരാ? ഹസ്ബൻഡ് ഓഫ് എക്സ് ആയി അല്ലെ. അപ്പൊ പിന്നെ വൈ ഈസ് ദി വൈഫ് ഓഫ് ഇസഡ് എന്നും പറഞ്ഞ് ഒരു പേര് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഇങ്ങനെ ഒരു പേര് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ദി വൈഫ് ഓഫ് വൈ ആയാൽ വൈ ഹസ്ബൻഡ് ആകും. അപ്പൊ വൈ ഈസ് ദി വൈഫ് ഓഫ് ഇസഡ് എന്നും പറഞ്ഞു വേറൊരു പേര് നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റുകയില്ല അല്ലെ. എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആൻഡ് വൈ ഇസഡ് എന്ന ഫോമിൽ ഒരു പേര് നമ്മുടെ റിലേഷനകത്ത് ഇല്ല. നമ്മൾ നേരത്തെ ഒരു പ്രത്യേക കാര്യം നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർഡേർഡ് പെയർ എ ബി
ആൻഡ് ബി സി എന്ന ഫോമിലുള്ള പേര് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ റിലേഷൻ എന്തായിട്ടാ കൺസിഡർ ചെയ്യുന്നത്? ട്രാൻസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്നാ പറയാം? We cannot find an ordered pair of the form xy and yz in R. Therefore, എന്തു പറയാം? It is considered as transitive. We cannot find ordered pairs of the form xy and yz in R. Therefore, it is considered as transitive. Clear ആയോ? ഇനി നമ്മൾ നോക്കുന്നത് അവിടുത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഷോ ദാറ്റ് ദി റിലേഷൻ ആർ in the set R of real numbers defined as R is equal to set of all ordered pairs AB such that A less than or equal to B square is neither reflexive nor symmetric nor transitive എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നുമല്ല, റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ ഈ റിലേഷൻ എവിടെയാ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ദി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇത് റിഫ്ലെക്സീവ് ആണോ എന്നാണ് അല്ലെ? അപ്പൊ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എ എന്ന പേര് വരണം. എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണ് നമ്മുടെ സെറ്റ്. ഏത് റിയൽ നമ്പർ എടുത്താലും ഇവിടെ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പെയർ അവിടെ വരണം. അങ്ങനെ വരണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വരണം അല്ലെ? ഏത് റിയൽ നമ്പർ എടുത്താലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതിൻ്റെ തന്നെ സ്ക്വയർ ആവണം. എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് വന്നാൽ നമുക്ക് പറയാം റിഫ്ലെക്സീവ് ആണ്. അപ്പൊ അത് ഈ റിയൽ നമ്പറിലെ ഏത് നമ്പർ എടുത്താലും അത് ശരിയായിരിക്കണം. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ നമ്പേഴ്സും ഉണ്ട് അല്ലെ? ഇൻഡിജേഴ്സ് ഉണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. എല്ലാ നമ്പേഴ്സും കൂടെ ചേർന്നാണ് നമ്മുടെ റിയൽ നമ്പറിന്റെ സെറ്റ് അല്ലെ? അങ്ങനെയുള്ള റിയൽ നമ്പറിൽ നിന്ന് നമ്മൾ ഒരു എലമെന്റ് എടുക്കുകയാണ്. ഹാഫ് എടുത്തു. ഈ ഹാഫ് എന്ന് തന്നെ ഉള്ള പെയർ ഇതിനകത്ത് വരുമോ എന്നാണ് നോക്കുന്നത്. അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്നാ വരണം? ഹാഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് സ്ക്വയർ എന്ന് തന്നെ പറയും അല്ലെ? അപ്പൊ ഹാഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് സ്ക്വയർ ആണ്. ഹാഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4 ആണ് അല്ലെ? എന്ന് പറഞ്ഞാല് 1/4 ആണ്. അപ്പൊ ഹാഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് സ്ക്വയർ ആണോ? അര കാലിനേക്കാളും ചെറുതാണോ? അല്ല. ഈക്വൽ ആണോ? അല്ല. അപ്പൊ ഹാഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് സ്ക്വയർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നേ? നമ്മൾ ഹാഫ് എടുത്തു. ഹാഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് സ്ക്വയർ എന്ന് തന്നെ എഴുതാൻ പറ്റിയാലേ ഹാഫ് എന്ന പേർ ഇവിടെ വരുള്ളൂ. അപ്പൊ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ഏത് റിയൽ നമ്പർ എടുത്താലും നമുക്ക് അതേ എലമെന്റ് തന്നെ വരുന്ന ഓർഡേഡ് പെയർ ഉണ്ടാക്കാൻ പറ്റണം അല്ലെ? അപ്പൊ ഇവിടെ ഹാഫ് എടുത്തു, ഹാഫ് സ്ക്വയർ എടുത്തു. ഹാഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഹാഫ് സ്ക്വയറിനേക്കാളും ലെസ്സും അല്ല, ഈക്വലും അല്ല. ഹാഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കാലാണ്, 1/4. അര കാലിനേക്കാളും ചെറുതും അല്ല, ഈക്വലും അല്ല. അപ്പൊ ഇവിടെ നമുക്കൊരു വെട്ട് വെച്ച് കൊടുക്കാം അല്ലെ? ഹാഫ് ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ ഏത് പെയർ ഇതിനകത്ത് കാണത്തില്ല? ദാറ്റ് ഈസ് ordered pair half is not an
ഒരു റിയൽ നമ്പർ ആയിരുന്നു. അത് തന്നെ വരുന്ന ഒരു ഓഡേഡ് പെയർ ഇതിനകത്ത് വരത്തില്ല. അങ്ങനെ ഒരാൾ വരാതെ പോയാൽ അതെന്താവത്തില്ല, റിഫ്ലക്സീവ് ആകത്തില്ല അല്ലെ. അപ്പൊ എല്ലാ റിയൽ നമ്പറിനും അതേ റിയൽ നമ്പർ തന്നെ വരുന്ന പെയർസ് അവിടെ കാണണം. പക്ഷെ ഹാഫ് എടുത്ത് നമ്മൾ നോക്കിയപ്പം ഹാഫ് ഹാഫ് എന്നുള്ള പെയർ അവിടെ വരുന്നില്ല അല്ലെ. അപ്പം അതെന്താവത്തില്ല, റിഫ്ലക്സീവ് ആകത്തില്ല. സോ ദിസ് ഈസ് നോട്ട് റിഫ്ലക്സീവ്. കണ്ടോ? ഇനി അടുത്ത എന്നാ നോക്കണ്ടേ, സിമെട്രിക് ആണോ എന്ന് നോക്കണം അല്ലെ. സിമെട്രിക് ആണോ എന്ന് നോക്കാൻ നമ്മൾ രണ്ട് നമ്പറാണ്, ഒരു ഓഡേഡ് പെയർ ഉണ്ടെങ്കിൽ അത് തിരിച്ചിട്ടാലും അവിടെ തന്നെ വരണം. അങ്ങനെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ രണ്ട് ഇൻഇക്വാളിറ്റി എടുക്കുക. സേ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ. ശരിയാണോ നോക്കിയേ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 4. അപ്പൊ 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 4 കറക്റ്റ് ആവുന്നുണ്ട് അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ തിരിച്ചു പറയാൻ പറ്റുമോ? അതായത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറയാൻ പറ്റുമോ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ ആണ്. പക്ഷേ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറയാൻ പറ്റുമോ? ആണോ? ആണോ നോക്കിയേ. 2 ഒന്നിനേക്കാളും ചെറുതോ ഈക്വലോ ആണോ? അല്ല അല്ലെ. അപ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ ആണ്. പക്ഷെ 2 ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ ആണ് അല്ലെ. ഇനി 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ എന്നാണെങ്കിൽ ഏത് ഓഡേഡ് പെയർ അത് 1 2 എന്ന് പറയാം അല്ലെ. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എന്നാ എഴുതാം? ദാറ്റ് ഈസ് ഓഡേഡ് പെയർ 1 2 element of R. But 2 not less than or equal to 1 square എന്നാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ എന്നാ പറയാം? But ordered pair 2 1 is not an element of R. 1 less than or equal to 2 square ആണ്. പക്ഷെ നമുക്ക് തിരിച്ചു പറയാൻ പറ്റില്ല. 2 less than or equal to 1 square ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്താ കൺക്ലൂഷൻ കിട്ടുന്നേ? ഓഡേഡ് പെയർ 1 2 റിലേഷനിലുണ്ട്, പക്ഷെ ഓഡേഡ് പെയർ 2 1 റിലേഷനകത്ത് വരത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു പെയറിനത് തെറ്റിപ്പോയാൽ പിന്നെ എന്നാ പറയാം? ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക് എന്ന് പറയാം. കണ്ടോ? അങ്ങനെ റിഫ്ലക്സീവ് അല്ല, സിമെട്രിക്കും അല്ലാതായി. ഇനി നമുക്ക് എന്നാ കാണിക്കണ്ടേ? ഇത് ട്രാൻസിറ്റീവ് അല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ട്രാൻസിറ്റീവ് വേണമെങ്കിൽ നമുക്ക് 2 പേര് വേണം അല്ലെ. അപ്പൊ ഞാനിവിടെ 3 നമ്പേഴ്സ് വെച്ചിട്ട് ഒരു കാര്യം എഴുതാം. ഒന്ന് നോക്കിക്കോണം കേട്ടോ. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 സ്ക്വയർ. ശരിയാണോ? 4 ലെസ് ദാൻ 9. -3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 9 അല്ലെ. സോ 4 ലെസ് ദാൻ 9 ശരിയാവുന്നുണ്ട് അല്ലെ. ഇനി -3 വെച്ച് ഞാൻ വേറൊരെണ്ണം എടുക്കുക. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ. ശരിയാണോ? 1 സ്ക്വയർ എത്രയാ? 1. ഇതൊരു നെഗറ്റീവ് നമ്പർ അല്ലെ. അപ്പൊ നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് ലെസ് ദാൻ 1 ആയിക്കോളുമല്ലോ. അപ്പൊ നമ്മൾ 2 കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3യുടെ സ്ക്വയർ. ആ -3 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ. പക്ഷേ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ ആണോ? അല്ല അല്ലെ. 4 ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിനെ ഓഡേഡ് പെയർ ആക്കി നമുക്ക് എങ്ങനെ എഴുതാം? 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓഡേഡ് പെയർ ഏതാ? 4 -3 ആൻഡ് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയർ ഏതാകും?
Yes, ordered pair -3 1 element of R. അപ്പോൾ 4 -3 ഉണ്ട്, -3 1 ഉണ്ട്. പക്ഷേ 4 is not less than or equal to 1 square ആയതുകൊണ്ട് നമുക്ക് എന്നാ പറയാം? But ordered pair 4 1 is not an element of R. കണ്ടോ? 4 -3 ഉണ്ട്, -3 1 ഉണ്ട്. അപ്പൊ ആര് വരണായിരുന്നു? 4 1 വരണായിരുന്നു അല്ലേ? പക്ഷെ വന്നോ? ഇല്ല. അപ്പൊ നമുക്ക് എന്നാ പറയാം? The relation is not transitive എന്ന് പറയാം. So the relation is not transitive. അപ്പൊ ഇതൊരു പ്രത്യേക ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചോണം. അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് a less than or equal to b സ്ക്വയർ എന്നാണ്. അപ്പൊ റിഫ്ലക്സീവ് അല്ലാന്ന് കാണിക്കാനായിട്ട് നമ്മൾ അവിടെ ഒരു ഫ്രാക്ഷൻ ഹാഫ് ആണ് ഉപയോഗിച്ചത്. അതെപ്പോഴും മനസ്സിൽ കാണണം. ഫ്രാക്ഷൻ എടുത്തു. പിന്നെ സിമെട്രിക് അല്ലാന്ന് കാണിക്കാൻ 1 2 1 2 തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുക്കാം, പോസിറ്റീവ് നമ്പേഴ്സ് എടുക്കാം, 2 3 3 4 എന്നോ ഒക്കെ വെച്ചിട്ട് നമുക്ക് കാണിക്കാം. അതേപോലെ ട്രാൻസിറ്റീവ് അല്ലാന്ന് കാണിക്കാനായിട്ട് നമ്മൾ 3 നമ്പേഴ്സ് എടുത്തു. ഇതുപോലെ നിങ്ങൾക്ക് വേറെ നമ്പർ ഇട്ട് ട്രൈ ചെയ്യാം. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം മനസ്സിൽ നന്നായിട്ട് ബൈഹാർട്ടാക്കി വെച്ചോണം. അപ്പൊ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ ഉടനെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചെയ്യാതെയൊക്കെ 1 2 വിട്ടിട്ടുണ്ട്. എന്തിനായിരിക്കും വിട്ടേക്കുന്നത്? തന്നെ ചെയ്ത് നോക്കണേ കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ തന്നെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പൊ സന്തോഷമൊക്കെ ഉണ്ടാകത്തില്ലേ തന്നെ ആൻസർ കിട്ടുമ്പോൾ? അപ്പൊ അതൊക്കെ തന്നെ ഇടയ്ക്ക് വിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണേ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ഷോ ദാറ്റ് ദി റിലേഷൻ R in R defined as R is equal to set of ordered pair AB such that A less than or equal to B is reflexive and transitive but not symmetric എന്നാണ് കാണിക്കുന്നത് അല്ലേ? അപ്പൊ ഇപ്പം ചെയ്ത ക്വസ്റ്റ്യനുമായിട്ടൊരു സാമ്യം അവിടെ ഉണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കണേ. ഇവിടെ നമ്മുടെ സെറ്റ് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. റിയൽ നമ്പേഴ്സ് ആണ്. റിലേഷൻ തന്നിരിക്കുന്ന എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. നേരത്തെ ക്വസ്റ്റ്യൻ എന്നായിരുന്നു? യെസ്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആയിരുന്നു. ഇവിടെ സ്ക്വയർ ഒന്നുമില്ല, പവർ ഒന്നും ബിക്കില്ല. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. അപ്പൊ രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചോണം കേട്ടോ. അപ്പൊ ഇത് ആദ്യം നമ്മൾ എന്നാ നോക്കണ്ടേ? റിഫ്ലക്സീവ് ആണ് അല്ലെ? റിഫ്ലക്സീവ് ആവണമെങ്കിൽ ഏത് റിയൽ നമ്പർ എടുത്താലും അതേ റിയൽ നമ്പർ വരുന്ന ഒരു പെയർ വരണം. അതായത് എ വരണം. അപ്പൊ ഈ കണ്ടീഷൻ എന്നാ കിട്ടണം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഏത് റിയൽ നമ്പർ എടുത്താലും അതിനോട് ഈക്വൽ ആണല്ലോ. അത് ഫ്രാക്ഷൻ എടുത്താലും ഹാഫ് എടുത്താലും ഹാഫ് ഈക്വൽ ടു ഹാഫ് ആയിക്കോളും അല്ലെ? അത് ഫ്രാക്ഷൻ എടുത്താലും ഇറാഷണൽ എടുത്താലും നെഗറ്റീവ് എടുത്താലും പോസിറ്റീവ് എടുത്താലും എല്ലാം നമുക്ക് എന്നാ പറയാം? ഒരു നമ്പർ അതിനോട് തന്നെ എന്താണെങ്കിലും ഈക്വൽ ആണ് അല്ലെ? അപ്പൊ പിന്നെ നമുക്ക് എക്സാമ്പിൾ ഒന്നും എടുത്ത് പറയണ്ട, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒരു നമ്പർ അതിനോട് തന്നെ ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ അങ്ങ് എഴുതി വെച്ചാൽ മതി. എന്നാ എഴുതി വെക്കണം? സിൻസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ordered pair AA is an element of R for every A element the set of real numbers. ഈ R എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ നമ്പർ ആണ്. അപ്പൊ ഏത് റിയൽ നമ്പർ എടുത്താലും അത് അതിനോട് തന്നെ ഈക്വൽ ആകുന്നത് കൊണ്ട് എപ്പോഴും ഓർഡേർഡ് പെയർ എ ഇവിടെ കാണും, ആ റിലേഷനകത്ത് കാണും. എല്ലാ റിയൽ നമ്പറും അതിനോട് തന്നെ ഈക്വൽ ആകുന്നത് കൊണ്ട് നമുക്ക് എന്നാ പറയാം? ഓർഡേർഡ് പെയർ എ എന്ന് പറയുന്നത് എപ്പോഴും എവിടെയുണ്ട്? റിലേഷനകത്തുണ്ട്. അതുകൊണ്ട് അത് എന്നായി? റിഫ്ലക്സീവ് ആയി. So that is reflexive.
ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? സിമെട്രിക് ആണോ, നോട്ട് സിമെട്രിക് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ല. അപ്പൊ നോട്ട് സിമെട്രിക് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. എപ്പോഴും സിമെട്രിക് അല്ല എന്നൊക്കെ കാണിക്കണേ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ എളുപ്പമായി അല്ലേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ 2 എലമെന്റ്സ് എടുക്കാം. അവിടെ എന്നായിരുന്നു ചെയ്തത്? സിമെട്രിക് ആണെങ്കിൽ നമ്മൾ ഏതൊക്കെ എലമെന്റ്സ് എടുത്തതെന്ന് ആലോചിച്ചേ. 1ഉം 2ഉം വെച്ചിട്ടാ കണക്ഷൻ കൊടുത്തത് അല്ലെ. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ ഒന്നുമില്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നേ ഉള്ളൂ. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആ, ശരിയല്ലേ? ലെസ് ആണ്, ഓക്കെ. തിരിച്ചു പറയാൻ പറ്റുമോ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? 1 2നേക്കാളും ചെറുതാ, പക്ഷെ 2 1നേക്കാളും ചെറുതാണോ? അല്ല അല്ലേ. അപ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആ, ബട്ട് 2 ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ പറയാം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മീൻസ് ordered pair 1 2 is an element of R, but 2 not less than or equal to 1 അതുകൊണ്ട് എന്ത് പറഞ്ഞോണം? ordered pair 2 1 is not an element of R. അപ്പൊ 1 2 ഉണ്ട്, പക്ഷെ 2 1 ഇല്ല. അതുകൊണ്ട് റിലേഷൻ എന്താവത്തില്ല? സിമെട്രിക് ആവത്തില്ല അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ അവിടെ എന്നാ വരും? നോട്ട് സിമെട്രിക് എന്നായി. ഇത് രണ്ടും ക്ലിയർ ആയോ? ഇനി നമുക്ക് ട്രാൻസിറ്റീവ് ആണോ നോക്കാവേ. ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ എന്നായിരുന്നു? 2 പേർ എടുക്കണമായിരുന്നു അല്ലെ, 2 പേർ. അപ്പൊ ട്രാൻസിറ്റീവ് ആണെന്നുള്ളതിന് നമുക്ക് ഇവിടെ എക്സാമ്പിൾ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് കാണിക്കാവുന്നതേ ഉള്ളൂ. ലെറ്റ് ordered pair AB and ordered pair BC element R എന്നെടുത്തു അല്ലെ. ഇതിനകത്തുനിന്ന് നമുക്ക് എന്നാ പറയാം? AB എന്നുള്ളത് R-നകത്തുണ്ടെങ്കിൽ എന്നാ പറയാം? A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B എന്നാണ് അല്ലെ. AB ഉണ്ട്, നമ്മുടെ കണ്ടീഷൻ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. ആൻഡ് BC R-നകത്തുണ്ടെങ്കിൽ ഉടനെ എന്നാ പറയാം? B ലെസ് ദാൻ ഓർ ഈക്വൽ ടു C എന്ന് പറയാം അല്ലെ. അപ്പൊ ഇങ്ങോട്ടൊന്ന് നോക്കി, ഇപ്പൊ ഈക്വൽ ടു അങ്ങ് വിട്ടേക്ക്, ലെസ് എടുത്ത് നോക്കി. A B-യെക്കാളും ചെറുതാ, B C-യെക്കാളും ചെറുതാ. അങ്ങനെയാണെങ്കിൽ A C-യെക്കാളും ചെറുതാണോ? A B-യെക്കാളും ചെറുതാ, B C-യെക്കാളും ചെറുതാ. അങ്ങനെയാണെങ്കിൽ A എങ്ങനെയായിരിക്കും? C-യെക്കാളും ചെറുതാ. ഇനി ഈക്വൽ ആണെങ്കിലോ? A ഈക്വൽ ടു B, B ഈക്വൽ ടു C ആണെങ്കിൽ A ഈക്വൽ ടു C എന്നും പറയാം അല്ലെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് എയും സിയെയും കൂടെ കണക്ട് ചെയ്യാം. എങ്ങനെ കണക്ട് ചെയ്യാം? A ലെസ് ദാൻ ഓർ ഈക്വൽ ടു C. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു C എന്ന് പറഞ്ഞാൽ ഏത് പെയർ അവിടെ ഉണ്ടായി? സോ ദിസ് ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ AC എലമെന്റ് ഓഫ് R. അപ്പൊ AB ഉണ്ട്, BC ഉണ്ട്, എന്തും വന്നു? AC വന്നു അല്ലെ. അപ്പൊ അത് എന്തായി? ട്രാൻസിറ്റീവ് ആയി. മനസ്സിലായോ? അപ്പൊ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B എന്നുള്ളത് എങ്ങനെയൊക്കെ ആയിരുന്നു? റിഫ്ലെക്സീവ് ആയിരുന്നു, പക്ഷെ സിമെട്രിക് അല്ലായിരുന്നു, ട്രാൻസിറ്റീവ് ആയിരുന്നു. അതിനു മുമ്പ് നമ്മൾ ചെയ്ത് കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇതേ മോഡലിൽ ഒരു ക്വസ്റ്റ്യനും കൊണ്ട് അതും കൂടെ ഇന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്ത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിനകത്ത് 5ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. 5ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ എന്നാ പറഞ്ഞേക്കുന്നത്? ചെക്ക് വെദർ ദി റിലേഷൻ R in R defined by R is equal to set of ordered pairs such that A less than or equal to B cube എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Is reflexive, symmetric or transitive എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോ 3 ടൈപ്പ് പ്രോബ്ലം ഏകദേശം ഒരുപോലെ കണ്ട. ആദ്യത്തെ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B സ്ക്വയർ ആയിരുന്നു. രണ്ടാമത് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B കണ്ടു. ഇനി കാണാൻ പോകുന്ന എന്നതാ? A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ക്യൂബ്. സെയിം സെറ്റേലാണ്, റിയൽ നമ്പേഴ്സിൽ.
അപ്പം റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എ എന്നുള്ള ഒരു പേര് വരണം അല്ലേ? എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എന്താകണം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് ആകണം. എന്ന് പറഞ്ഞാൽ ഏത് റിയൽ നമ്പർ എടുത്താലും അതിന്റെ ക്യൂബിനോട് ഒന്നുകിൽ ഈക്വൽ ആകണം, അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം അങ്ങനെ ഉള്ള എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ, അതോ എല്ലാവർക്കും അത് ശരിയാവോ? നമ്മൾ ആ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ചെയ്തപ്പം ഏത് നമ്പർ ഇട്ടാ നോക്കിയേ? ഒരു ഫ്രാക്ഷൻ ഇട്ടാ നമ്മൾ നോക്കിയത് അല്ലേ? എന്തായിരുന്നു ആ ഫ്രാക്ഷൻ? 1/2 ആയിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 1/2 ഒന്ന് എടുത്തു നോക്കാം. 1/2ഉം 1/2ന്റെ ക്യൂബും എടുത്തു. 1/2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്നാകും? 1/8 ആകും അല്ലേ? 1/2 ആണോ 1/8 ആണോ വലുത്? 1/2 അല്ലെ? ഇതാണ് ചെറിയ. അപ്പം നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/8 എന്ന് ഇടാൻ പറ്റുമോ? 1/2 ക്യൂബ് എന്ന് ഇടാൻ പറ്റുമോ? ഇല്ല അല്ലെ? 1/2 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ക്യൂബ. അപ്പൊ ഇവിടെ ഒരു ഇട്ട് കൊടുത്തു അല്ലെ? 1/2 ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ക്യൂബ്. അപ്പം ഈ ഒരു കണ്ടീഷൻ ശരിയാകുന്നുണ്ടോ? സെയിം നമ്പർ വന്നപ്പം ഇല്ല. അപ്പം എന്നാ പറയാ ഇവിടുന്ന്? ദാറ്റ് ഈസ് ഓർഡേർഡ് പെയർ 1/2 1/2 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് R. അപ്പൊ 1/2 എന്നൊരു റിയൽ നമ്പർ എടുത്തപ്പം ആ സെയിം നമ്പർ തന്നെ വരുന്ന ഓർഡേർഡ് പെയർ ഇവിടെ കാണത്തില്ല, റിയൽ നമ്പറിൽ കാണത്തില്ല. അപ്പൊ എന്താവത്തില്ല? റിഫ്ലക്സീവ് ആവത്തില്ല അല്ലെ? അപ്പൊ നമുക്ക് പറയാം ദിസ് ഈസ് നോട്ട് റിഫ്ലക്സ്. കണ്ടോ? ഇനി എന്നാ നോക്കണം? സിമെട്രിക് ആണോ എന്ന് നോക്കണം അല്ലെ? സിമെട്രിക് ആണോ എന്ന് നോക്കാൻ രണ്ട് നമ്പർ വെച്ച് ആ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയറിലും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയിലും സിമെട്രിക് ചെക്ക് ചെയ്യാൻ നമ്മൾ ഏതൊക്കെ നമ്പറാ എടുത്തേ നോക്കുന്നുണ്ടോ? ഏതൊക്കെയാ? ആ 1ഉം 2ഉം അല്ലെ? ഇവിടെ നമുക്ക് അത് തന്നെ ഇടാം. അപ്പൊ ഓർക്കാൻ എളുപ്പമുണ്ട്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ് ആണോ? 2 ക്യൂബ് എത്രയാ? 8 ആ. 1 8നേക്കാളും ചെറുതാ, കുഴപ്പമൊന്നുമില്ല. തിരിച്ചു പറയാൻ പറ്റുമോ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ക്യൂബ് ആവോ? 2 1 ക്യൂബ് എത്രയാ? 1 തന്നെയാ. 2 ലെസ് ദാൻ 1 ആണോ? അല്ല അല്ലെ? അപ്പൊ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ് ആണ്. ബട്ട് 2 ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ക്യൂബ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ എഴുതാം? ഓർഡേർഡ് പെയർ 1 2 ഈസ് ആൻ എലമെന്റ് ഓഫ് R, but ordered pair 2 1 is not an element of R. അപ്പൊ 1 2 ഉണ്ട്, 2 1 ഇല്ല. അതുകൊണ്ട് അത് എന്താവത്തില്ല? സിമെട്രിക് ആവത്തില്ല അല്ലെ? സോ ദിസ് ഈസ് നോട്ട് സിമെട്രിക്. അപ്പൊ റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല. ഇനി എല്ലാം കൂടെ നമുക്ക് നോക്കണം. ട്രാൻസിറ്റീവ് ആണോ കൂടെ നോക്കണം അല്ലെ? അപ്പൊ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ 3 നമ്പർ വേണം അല്ലെ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയറിൽ നമ്മൾ 3 നമ്പർ എടുത്താ ചെക്ക് ചെയ്തത് അല്ലെ? എന്തൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? ആ ഒരു 3 -4 അങ്ങനെയൊക്കെ എടുത്തായിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ നോക്കാം. സേ 30 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ക്യൂബ് ആണോ? 5 ക്യൂബ് എത്രയാ? 125. അപ്പം 30 ലെസ് ദാൻ 125 ആ, കുഴപ്പമില്ല അല്ലെ? ഇനി 5 വെച്ച് തുടങ്ങുന്ന വേറൊരു ഇൻഇക്വാളിറ്റി ഉണ്ടാക്കാം. ആൻഡ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സേ 2 ക്യൂബ്. ശരിയാണോ? 2 ക്യൂബ് എത്രയാ? 8 ആ. അപ്പൊ 5 ലെസ് ദാൻ 8 ആ, കുഴപ്പമില്ല അല്ലേ? അപ്പൊ ഈ 5 വെച്ച് വേറൊരെണ്ണം തുടങ്ങി. 30 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ക്യൂബും ആണ്. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബും ആണെങ്കിൽ 30 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ് എന്ന് പറയാൻ പറ്റുമോ? ശരിയാവോ? ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് എന്നാ പറയാം? ബട്ട് 30 ലെസ് ദാൻ 8 ആണോ? അല്ല. സോ 30 ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ്. ഇനി ഇതിനെയൊക്കെ നമുക്ക് പെയറാക്കി പറയണം. എങ്ങനെ പെയറാക്കി പറയാം? ഇവിടുന്ന് എന്നാ പറയാം? ഓർഡേർഡ് പെയർ 35
ആൻഡ് ഇവിടുന്ന് ordered pair find 2 element are, but ordered pair 32 is not an element of R. 35 5 2 ഉണ്ട്, പക്ഷെ ആര് വന്നില്ല? 32 എന്ന എലമെന്റ് വന്നിട്ടില്ല. അപ്പൊ അതെന്നാവത്തില്ല? ട്രാൻസിറ്റീവ് ആവത്തില്ല അല്ലെ? സോ ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പൊ ഈ ലാസ്റ്റ് ചെയ്ത 3 പ്രോബ്ലം തമ്മിൽ ഒരു കണക്ഷൻ പോലെയുണ്ട്. അത് തമ്മിൽ ഒന്ന് 3 കമ്പയർ ചെയ്ത് പഠിച്ചോണം. അപ്പൊ അത് തെറ്റിപ്പോകത്തില്ല. a less than or equal to b സ്ക്വയറും a less than or equal to b ക്യൂബും സിമട്രി ചെക്ക് ചെയ്യാൻ നമ്മളൊരു ഫ്രാക്ഷൻ ആണ്, രണ്ടിലും സെയിം ഫ്രാക്ഷൻ ആണ് ഉപയോഗിച്ചത്. അപ്പൊ നമുക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്. ഹാഫ് വെച്ചിട്ടാണ് കാണിച്ചത്. സിമട്രിക്ക് ചെക്ക് ചെയ്യാനും സെയിം നമ്പർ ആണ് ഉപയോഗിച്ചത്. 1ഉം 2ഉം തമ്മിൽ വെച്ച് കാണിച്ചു. ട്രാൻസിറ്റീവ് വന്നപ്പോൾ ശകലം വ്യത്യാസം വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് തമ്മിൽ കണക്ഷൻ ചെയ്ത് പഠിച്ചു വെച്ചോണം. അപ്പൊ അത് 3ഉം കമ്പയർ ചെയ്ത് പഠിച്ചോണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിയും. ഇന്ന് പഠിച്ചൊക്കെ ചെയ്ത് നോക്കണം. ഹോംവർക്ക് ഉണ്ട് കേട്ടോ. ആ ചെയ്യാത്ത 2-3 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്, ചെയ്ത് നോക്കണേ. എന്നിട്ട് ആൻസർ കിട്ടുമ്പോൾ നല്ല സന്തോഷമായിട്ട് ഇരുന്നാണ് കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കി പ്രോബ്ലം ആയിട്ട് വീണ്ടും കാണാം കേട്ടല്ലോ. ബൈ.